بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. എല്ലാ വെള്ളിയാഴ്ചയിലും നടക്കാറുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് വരുന്നതാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് കിതാബ് സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ നമുക്ക് തുടരാം. ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലി ഇമാമിന്റെ ഗ്രന്ഥമാണ്. വളരെ ഗഹനമായി വിഷയങ്ങളിൽ ഇടപെടുകയും വളരെയേറെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രചനാ രീതി, സമീപന രീതി, പരാമർശന രീതി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത അത്രയും വലുതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കിതാബ് സ്ക്രീനിൽ നൽകുന്നു. നമുക്ക് തുടരാം. മനസ്സിനെ പരിശീലിപ്പിക്കേണ്ട രീതിയാണ് ഗസാലി ഇമാം ഇവിടെ പരാമർശിക്കുന്നത്. റുബ്ബമാ യഖൂലുൽ ഖായിലു, മനുഷ്യനെ എങ്ങനെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്നത് പരാമർശിച്ച് അങ്ങനെ പറഞ്ഞു വരിക. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറഞ്ഞേക്കാം ഇന്നത്തനഅ്മ ബിൽ മുബാഹി മുബാഹുൻ, ഹലാലായതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ. കൈഫ യകൂനു തനഅ്മു സബബൽ ബുഅദി മിനല്ലാഹി അസ്സ വജൽ, പിന്നെ എങ്ങനെ ഹലാൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് അത് അല്ലാഹുവിൽ നിന്ന് അകൽച്ചയായി മാറുക? ഹലാലൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറയും. വഹാദ ഖയാലുൻ ദഈഫ്, ഇതൊരു ദുർബല സങ്കല്പമാണ്. ബൽ ഹുബ്ബു ദുനിയ റഅ്സു കുല്ലി ഖതീഅത്തിൻ വസബബു ഇഹ്ബാതി കുല്ലി ഹസനത്തിൻ, ദുനിയാവിനോടുള്ള മോഹം അല്ലെങ്കിൽ അതിനോടുള്ള വഴിപ്പെടൽ അത് എന്താണ്? എല്ലാ തിന്മയുടെ ക്യാപിറ്റലാണ്, തുടക്കമാണ്. നന്മകൾ നശിച്ചു പോകാൻ അത് കാരണമാകും. ഒരാള് കല്യാണം കഴിക്കും, കല്യാണ ചടങ്ങാകുമ്പോ തെറ്റുകൾ ചെയ്യാൻ, ഹറാമുകൾ ചെയ്യാൻ കേവല ന്യായീകരണം. എന്താ ന്യായീകരണം? അത് ലൈഫിൽ ഒരിക്കലുള്ളതല്ലേ. പ്രധാന ശരീരം പ്രദർശിപ്പിക്കുന്നു, മോളെ ശരീരം പ്രദർശിപ്പിക്കുന്നു, അപ്പൊ ഉമ്മാന്റെ ന്യായീകരണം അത് ലൈഫിൽ ഒരിക്കലല്ലേ. ഇതാണ് തിന്മയിലേക്കുള്ള പാതയാണ്, തിന്മയിലേക്കുള്ള പാതയാണത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നതാകണം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണം എന്ന ചിന്തയുടെ പേരിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് അപകടം. വൽ മുബാഹുൽ ഖാരിജു അൻ ഖദ്രിൽ ഹാജത്തി അയ്ളൻ മിനദ് ദുനിയ, ആവശ്യത്തിന്റെ അപ്പുറം ഒരു ഹലാൽ ഉപയോഗിക്കുന്നതും ദുനിയാവാണ്. വഹുവ സബബുൽ ബുഅദി, അല്ലാഹുവിൽ നിന്ന് അകലാനുള്ളത് വഴിയാണ്. വസയതി ദാലിക ഫീ കിതാബി ദമ്മി ദുനിയ, ദമ്മു ദുനിയയിൽ അത് വിശദമായി പരാമർശം വരുന്നുണ്ട്. വഖദ് ഖാല ഇബ്രാഹിമുൽ ഖവാസ് റഹിമഹുല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു, കുന്തു മറത്തൻ ഫീ ജിബാലിൽ ലിക്കാം, ഒരിക്കലും ഞാനിങ്ങനെ ഈ പർവ്വതങ്ങളിൽ ഇരിക്കുന്ന ഒരു സമയത്ത്, ഞാൻ ഈ പർവ്വതങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഫറഅയ്തു റുമ്മാനൻ ഫസ്തഹൈതുഹു, എനിക്കൊരു റുമ്മാന് കണ്ടപ്പോ കഴിക്കണോന്നൊരു പൂതി. ഫഅഖദ്തു മിൻഹു വാഹിദത്തൻ ഫശഖഖതുഹ, അതിൽ നിന്ന് ഞാൻ ഒന്നെടുത്ത് അത് പൊട്ടിച്ചു. ഫവജത്തുഹ ഹാമിലത്തൻ, നോക്കുമ്പോ അത് ഭയങ്കര പുളി. ഫമദൈതു വതറക്തുഹ, ഞാനത് കളഞ്ഞു, അവിടുന്ന് പോയി. ഫറഅയ്തു റജുലൻ മത്റൂഹൻ, അങ്ങനെ ഞാനിങ്ങനെ പോയപ്പോ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ. വഖദ് ഇജ്തമഅത അലൈഹി സനാബീർ, അയാൾ കടന്നൽ ഇങ്ങനെ അയാൾ ചുറ്റിലും കൂടി കുത്തുന്നുണ്ട്. ഫഖുൽതു അസ്സലാമു അലൈക്, ഞാൻ അയാളോട് സലാം പറഞ്ഞു. ഫഖാല വഅലൈക അസ്സലാം യാ ഇബ്രാഹിം, ഇബ്രാഹിം വഅലൈക്കും സലാം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖുൽതു കൈഫ അറഫ്ത, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായത്? ഫഖാല മൻ അറഫല്ലാഹ അസ്സ വജല്ല ലം യഖഫ് അലൈഹി ശൈഉൻ, ലം യുഖഫ് അലൈഹി ശൈഉൻ, അല്ലാഹനെ ഭയപ്പെട്ട ഒന്നിനെയും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഫഖുൽതു അറാ ലക ഹാലൻ മഅല്ലാഹി, അപ്പോ ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംഗതി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ഉണ്ടെന്നാണ് നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ മനസ്സിലാക്കുന്നത്. ഹാലൻ മഅല്ലാഹി അസ്സ വജൽ ഫലൗ സഅൽതഹു അൻ യഹ്മിയക മിൻ ഹാദിഹി സനാബീർ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവിയുള്ള ആളാണെന്ന് തോന്നുന്നുണ്ടല്ലോ,
നിങ്ങൾക്ക് ഈ കടന്നലിന്റെ ഈ കുത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അള്ളഹാനോട് ദുആ ചെയ്തൂടെ? ഫഖാല വാറാലക ഹാലം മഅല്ലാഹി തആല. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ടല്ലോ. ഫലൗ സഅൽതഹു അൻ യഹ്മിയക മിൻ ശഹവത്തി റുമ്മാൻ. അങ്ങനെയാണെ നിങ്ങൾക്ക് ഈ റുമ്മാനിനോടുള്ള ആ ഒരു താല്പര്യം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഫൈന ലദ്ദ റുമ്മാനി യജിദുൽ ഇൻസാനു അലമഹു ഫിൽ ആഖിറതി. നിങ്ങളെ ഈ ഹലാലിനോടുള്ള ഈ ആഭിമുഖ്യം അത് ആഖിറത്തിലെത്തുമ്പോൾ ഒരു വേദനയാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. തെറ്റിലേക്ക് പെട്ടുപോകാനുള്ള വഴിയായിട്ട് അത് മാറും. അത് ആഖിറത്തിൽ വേദന ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. കടന്നല് കുത്തിയാൽ അതിപ്പോ ദുനിയാവ് തീരും. അപ്പൊ മനസ്സിലായി ഈ മഹാൻ എന്റെ ഉള്ളു മനസ്സിലാക്കിയിരിക്കുകയാണ്. അഥവാ വൈകാരികതക്ക് അടിമപ്പെടുക, താല്പര്യങ്ങൾക്ക് വേണ്ടി അടിമപ്പെട്ടു പോകാതിരിക്കുക, അതൊരു വിഷയമാണ്. വഖാല സരീയുസ് ഖുത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, അന മുൻദു 40 സനത്തൻ, ഞാൻ 40 കൊല്ലായിട്ട് തുതാലിബുനി നഫ്സി അൻ അഗ്മിസ ഖുബ്സതൻ ഫീ ദബ്സിൻ വമാ അതഅതുഹ. 40 കൊല്ലായിട്ട് എന്നോട് എന്റെ ശരീരം ഇങ്ങനെ നല്ല ഇതിൽ മുക്കിയിട്ട് പത്തിരി തിന്നാൻ ആവശ്യപ്പെടുന്നു, പക്ഷെ ഞാൻ വഴങ്ങിയിട്ടില്ല. അഥവാ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങുക, അതിനുവേണ്ടി വിധേയപ്പെടുക എന്ന് പറയുന്നത് അതൊരു പരാജയമാണ്. അങ്ങനെ പരാജയപ്പെടാൻ വയ്യ. ഇതാണ് മഹാന്മാരുടെ ഒരു രീതി. അപ്പോ എല്ലാ താല്പര്യങ്ങൾക്കും വഴങ്ങുക, അതിന് ന്യായീകരണങ്ങൾ പറയുക, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. നല്ല ബുദ്ധിയുള്ളവർ പരിശീലിപ്പിക്കാൻ, മനസ്സിനെ പരിശീലിപ്പിക്കാൻ, കൽബിനെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫൈദൻസ് അപ്പൊ പറയാനുള്ള എന്താ അറിയോ, ലാ യുംകിനു ഇസ്ലാഹുൽ ഖൽബി ലിസുലൂകി ത്വരീഖിൽ ആഖിറത്തി. ആഖിറത്തിന്റെ വഴിയിലേക്ക് കടക്കുമ്പോ മനസ്സ് നേരെയാക്കണമെങ്കിൽ എന്തു വേണം? മാലം യംനഅ നഫ്സഹു അൻ തനഅ്മു ബിൽ മുബാഹി. ഹലാലായ പല അനുഭവങ്ങളും അത് മാറ്റിവെക്കേണ്ടി വരും. മാലം യംനഅ നഫ്സഹു അൻ തനഅ്മു ബിൽ മുബാഹി. ഹലാലായ പലതും എന്ത് ചെയ്യണം? നമ്മള് തടയേണ്ടി വരും. അതായത് ഹലാലാണെങ്കിലും വഴിപ്പെടുന്ന തരത്തിൽ വേണ്ട, വഴിപ്പെടുന്ന ആ തരത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കും. ഫൈന നഫ്സ ഇദാ ലം തംനഅ ബഅദൽ മുബാഹാത്തി ത്വമഅത് ഫിൽ മഹ്ദൂറാത്ത്. ചിലപ്പോഴൊക്കെ ചില ഹലാലാണെങ്കിലും അതിനോടൊരു അമിതമായ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ തടയുക. അങ്ങനെ തടഞ്ഞിട്ടില്ലെങ്കിൽ അത് അപകടങ്ങളിലേക്ക് ചെന്ന് വീഴാനും ചാൻസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വേണ്ട, അങ്ങനെ തീരുമാനിക്കാൻ ചിലപ്പോൾ പറ്റണം. ഫമൻ അറാദ ഹിഫ്ള ലിസാനിഹി മിനൽ ഗീബത്ത്. ഒരാൾക്ക് ഗീബത്തിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കണം, നാവിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, വൽ ഫുളൂലി, അതുപോലെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ഫഹഖുഹു അൻ യുൽസിമഹു സുകൂത, സംസാരിക്കണ്ടെന്ന് തീരുമാനിക്കുക. ചില സമയത്ത് മൗനം നിർബന്ധിക്കുക, മൗനം പാലിക്കാൻ നിർബന്ധിക്കുക. ഇല്ലാ അൻ ദിക്രില്ലാഹി വ ഇല്ലാ അനിൽ മുഹിമ്മാത്തി ഫിദ്ദീൻ. ദീനിന് അനിവാര്യമായ കാര്യങ്ങൾ, വലിയ ദിക്റുകൾ, ഖുർആനോത്ത്, നിസ്കാരം, അത്തരം സംഗതി അല്ലാത്ത ബാക്കി ഹലാല് തന്നെ ആയത് വെള്ളം ബ്ലോക്ക് ചെയ്യും. ഹത്ത തമൂത്ത മിൻഹു ശഹ്വത്തുൽ കലാമി, സംസാരിക്കാനുള്ള പൂതി അങ്ങ് അവസാനിപ്പിക്കുക. ഫല യതകല്ലമു ഇല്ലാ ബിഹഖ്ഖിൻ, അങ്ങനെ ഹക്ക് മാത്രം സംസാരിക്കുന്നിടത്തേക്ക് എത്തുക. ഫയകൂനു സുകൂതുഹു ഇബാദത്തൻ വകലാമുഹു ഇബാദത്ത്. അങ്ങനെയാകുമ്പോൾ മൗനവും ഇബാദത്തായി, സംസാരവും ഇബാദത്തായി, എല്ലാം ആരാധനയായി. വമഹ്മഅതാദത്തിൽ ഐനു റമ്യൽ ബസ്വരി ഇലാ കുല്ലി ഷൈഇൻ ജമീലിൻ ലം തതഹഫ്ഫള അനിൻ നളരി ഇലാ മാ ലാ യഹല്ലു. കാണുന്നതെല്ലാം നോക്കണം, ഭംഗികളെല്ലാം നോക്കണം എന്ന് ചിന്തിച്ചാൽ
അതെവിടത്തേക്കെത്തും? അത് ഹലാലല്ലാത്തത് നോക്കുന്നിടത്തേക്ക് എത്തിത്തീരും. വക്കദാലിക സായിറു ശഹവാത്ത്. ഇങ്ങനെയാണ് എല്ലാ ഈ വൈകാരികതകൾ, താല്പര്യങ്ങൾ, എല്ലാ താല്പര്യത്തിനും വഴങ്ങരുത്. ലിഅന്നല്ലദീ യസ്തഹീ ബിഹിൽ ഹലാല ഹുവ ബിഐനിഹി അല്ലദീ യസ്തഹീ അൽ ഹറാം. ഹറാമിനോട് ഹലാലിനോട് തന്നെ എല്ലാറ്റിനോടും ഭയങ്കരമായിട്ട് ആ മോഹമുള്ളവൻ അവൻ ഹറാമിനോടും മോഹിക്കുന്നിടത്തേക്കായി മാറും. അതുകൊണ്ട് ഈ മോഹം, താല്പര്യം, വൈകാരികത, അടിമപ്പെടൽ അത് ഒഴിവാക്കണം. ഫസ്സഹ്വത്തു വാഹിദത്തുൻ. അപ്പോ വൈകാരികത, ശഹ്വത്ത് അവിടെ എല്ലാം ഒന്നെ. ഫഖദ് വജബ അലൽ അബ്ദി മൻഉഹ മിനൽ ഹറാമി. ഹറാമിൽ നിന്ന് തടയൽ നിർബന്ധമാണ്. ഹറാമിൽ നിന്ന് തടയൽ നിർബന്ധമാണ്. ഫഇല്ലം യുഅവ്വിദ്ഹാ ഇഖ്തിസാറ അലാ ഖദ്രി ളറൂറത്തി മിന ശഹവാത്തി വലബതുഹു. അവിടെ വൈകാരികതകളിൽ അനിവാര്യതയുള്ളതിലേക്ക് ചുരുക്കിയിട്ടില്ലെങ്കിൽ അത് മറികടന്ന് അത് നമ്മളെ അതിജയിച്ച് നമ്മളെ പരാജയപ്പെടും. ഫഹാദിഹി ഇഹ്ദാ ആഫാത്തിൽ മുബാഹാത്ത്. ഹലാല് തന്നെയാണെങ്കിലും അതിലെ അപകടങ്ങളിൽപ്പെട്ടതാണ്. വറാഅഹാ ആഫാത്തുൻ അദീമത്തുൻ. ഇതിന്റെ പിന്നിൽ ഇനിയും വലിയ ഒരുപാട് അപകടങ്ങൾ വരാനുണ്ട്. അഅ്ളമു മിൻ ഹാദിഹി. ഇതിനേക്കാൾ അപകടമുള്ളത് അഅ്ളമു മിൻ ഹാദിഹി. ഇതിനേക്കാൾ അപകടമുള്ളത് ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഹലാലായതെല്ലാം വേണം എന്ന് ചിന്തിക്കണ്ട. ഹലാലല്ലേ അതുകൊണ്ടെല്ലാം അങ്ങനെ വേണ്ട. വഹുവ അന്ന നഫ്സ തഫ്റഹു ബിത്തനഉമി ഫി ദുനിയ. ദുനിയാവ് കൊണ്ട് ആസ്വദിക്കുന്നതിൽ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ആഹ്ലാദിക്കും. വതർക്കനു ഇലൈഹ വതത്മഇന്നു ഇലൈഹ അശറം വബത്രൻ. അതിരുവിട്ട് ആഹ്ലാദിക്കും, അതിരുവിട്ട് ആഹ്ലാദിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സന്തോഷം ഉണ്ടാകരുത് എന്നല്ല, സന്തോഷം അതിരുവിടുന്നതിനെ കുറിച്ചാ പറയുന്നത്. ഹത്ത തസ്വീറു സമലത്തൻ കസ്സക്റാനില്ലദീ ലാ യുഫീഖു മിൻ സക്രിഹി. അവസാനം അതൊരു മദ്യപിച്ച് ബോധട്ട് കിടക്കുന്നത് പോലെയായി തീരും. എല്ലാ ആസ്വാദനത്തിനും വഴങ്ങുക എന്നത് ശരിയാണ്. ദാലിക്കൽ ഫർഹു ബിദ്ദുനിയ. ഇങ്ങനെയുള്ള ആഹ്ലാദങ്ങൾ അത് സുമ്മുൻ ഖാത്തിൽ. അതൊരു ഭയങ്കര വിഷമാണ്, നശിച്ചു പോകുന്ന ഒരു വിഷമാണ്. ഇസ്രീഫിൽ ഉറൂഖി. അത് ഞരമ്പുകളിൽ കടന്നു ചെന്നാൽ ഫയഖ്റുജു മിനൽ ഖൽബി അൽ ഖൗഫു വൽ ഹുസ്നു വദിക്റുൽ മൗതി വഅഹ്വാലു യൗമിൽ ഖിയാമ. പരലോക ചിന്തയും മരണചിന്തയും അതെല്ലാം, അതുപോലെ ഒരു സങ്കടപ്പെടേണ്ടിടത്തുള്ള സങ്കടപ്പെടലും ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടലെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകും ഇത് മനസ്സിൽ കടന്നാൽ. വഹാദാ ഹുവ മൗത്തുൽ ഖൽബി. ഇത് ഹൃദയത്തിന്റെ ഒരു മരണമാണ്. ഖാലല്ലാഹു തആല വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വതുമഅന്നു ബിഹാ. ദുനിയാവ് മദീനവർ തീരുമാനിച്ചു, അതിലവരങ്ങ് ആശ്വാസം കണ്ടെത്തുകയാണ്. സൂറത്ത് യൂനുസ്. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ. പരലോകത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ ദുനിയാവ് അത് കേവല നൈമിഷികമായ ഒരു ആസ്വാദനം മാത്രമാണ്. وقال تعالى اعلموا انما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. ദുനിയാവ് എന്നത് അത് കളിയും തമാശയും വിനോദങ്ങളും അലങ്കാരങ്ങളും പവറ് പറച്ചിലും അതുപോലെ സാമ്പത്തിക വർധനവും മക്കളെ കുറിച്ചുള്ള അഭിമാനം പറച്ചിലും ഇതൊക്കെ ദുനിയാവിലുള്ളൂ. കുല്ലു ദാലിക ദമ്മുല്ലഹ. ഈ പറഞ്ഞ ഖുർആനിക പരാമർശങ്ങളെല്ലാം ഈ ദുനിയാവിന് വഴിപ്പെടുന്നതിനെ ആക്ഷേപിച്ചു പറയാൻ. ഫനസ്അലുല്ലാഹ സലാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ദുആ ചെയ്യണം. അപ്പോ സുഖങ്ങൾ ഉണ്ടാവല് തെറ്റല്ലെങ്കിലും സുഖങ്ങൾക്ക് അടിമപ്പെടുന്നതും ഹലാല് തന്നെയും ഹലാലായ സുഖങ്ങൾക്ക് അടിമപ്പെടുന്നത് അതൊരു അപകടത്തിലേക്കുള്ള വഴിയാണ്. ഫൗലുൽ ഹസ്മി മിൻ അർബാബിൽ ഖുലൂബ്. വലിയ മഹാന്മാർ ജറബു ഖുലൂബഹും ഫി ഹാലിൽ ഫർഹി ബിമുആതത്തിദ് ദുനിയ. ദുനിയാവിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നേട്ടങ്ങൾ കാരണം സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അവരവരുടെ മനസ്സിനെ പരിശീലിപ്പിക്കും. എങ്ങനെ പരിശീലിപ്പിക്കും? അമിതാഹ്ലാദം വേണ്ട. فوجدوها قاسية نفرة بعيدة التأثر عن ذكر الله واليوم الآخر. അപ്പോ
അവര് മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഇത് ദിക്റ് ഫലപ്പെടാതെ പോകും. ഇങ്ങനെ ആഹ്ലാദിക്കുന്ന മനസ്സായാൽ ആഹ്ലാദിക്കുക, അർമാദിക്കുക, അപ്പൊ പരലോക ചിന്തയും അള്ളാഹു എന്ന ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഫി ഹാലത്തിൽ ഹുസ്നി, കുറച്ച് സങ്കടവും വിഷമവും ഉണ്ടാകുമ്പോ അവരതിനെ പരിശീലിപ്പിച്ചു. അപ്പൊ അവര് മനസ്സിലാക്കി കുറച്ച് സങ്കടം ഇതൊക്കെ ആയിക്കോട്ടെ. ലീനത്തൻ റതീഖത്തൻ സ്വാഫിയത്തൻ ഖാബിലത്തൻ ലി അസരി ദിക്രി. സങ്കടമൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ ഭയങ്കര വിനയവും ഒക്കെ ഉണ്ട്, അപ്പൊ ദിക്റൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അവരെന്ത് മനസ്സിലാക്കി? ഫഅലിമു അന്നൻ നജാത ഫിൽ ഹുസ്നി ദാഇം, എപ്പോഴും കുറച്ച് സങ്കടമൊക്കെ ആയിക്കോട്ടെ. വത്തബാഉദി മിൻ അസ്ബാബിൽ ഫറഹി വൽ ബത്ർ, ഈ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കുക എന്നവർ ചിന്തിച്ചു. ഫഫതമൂഹ അൻ മലാദിഹ, അവർ ആ വഴി തന്നെ അടച്ചു കളഞ്ഞു. സന്തോഷത്തിന് ഈ ആഹ്ലാദ പ്രകടനങ്ങളുടെ വഴി തന്നെ അടച്ചു കളഞ്ഞു. ഇത്തരം ആ വൈകാരികമായ സംഗതികളോടുള്ള അത് ക്ഷമിക്കാൻ അവർ പതിവാക്കി. ഹലാലിഹ വ ഹറാമിഹ, അത് ഹലാലായാലും ഹറാമായാലും ഒക്കെ വേണ്ട. വഅലിമു അന്ന ഹലാലഹ ഹിസാബും, ഹലാലിന് തന്നെ ഹിസാബ് പറയണം, കണക്ക് പറയണം പരലോകത്ത്. ഹറാമുഹ ഇഖാബുൻ, ഹറാമ് ചെയ്താൽ ശിക്ഷയുണ്ട്. അപ്പൊ മുത്തശാബിഹുഹ, എന്നാൽ ഉറപ്പില്ലാത്ത തരം ചെയ്താൽ ഇതാബൻ, അതൊരു ആക്ഷേപാർഹമാണ്. വഹുവ നൗഉ അദാബിൻ, അതെന്നൊരു ശിക്ഷയാണ്. ഫമൻ നൂഖിസൽ ഹിസാബ ഫിൽ അറഫി അറസാത്തിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ ഒരാളെ നന്നായി ഹിസാബ് നടത്തപ്പെട്ടാൽ ഉദ്ദിബ ഫഖദ് ഉദ്ദിബ, അയാൾ ശിക്ഷിക്കപ്പെടും. കാരണം അള്ളാഹു തന്ന അനുഗ്രഹത്തിന് തീർത്തും ശുക്ർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഫഖല്ലസു അൻഫുസഹും മിൻ അദാബിഹ, അവര് മനുഷ്യനെ അവരവരുടെ ശരീരത്തെ പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് തവസ്സലു ഇലൽ ഹുർരിയ്യത്ത്, അവര് സ്വാതന്ത്ര്യം കണ്ടെത്തി, ഫ്രീഡം കണ്ടെത്തി. വൽമുൽക്കി ദാഇമി ഫിദ്ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും വലിയ പരമാധികാരമുള്ളവരാകാൻ അവർ തീരുമാനിച്ചു. ബിൽ ഖലാസു മിൻ നസ്രി ശഹവാത്ത്, വൈകാരികതകളിൽ നിന്നൊക്കെ അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. വറഖിഹ വൽ ഉൻസി ബിദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്റില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ദിക്റിൽ രസം കണ്ടെത്തുക, മനസ്സിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. വൽ ഇസ്തിഗാലി ബി തഅതിഹി, ഇബാദത്തുമായി ബന്ധപ്പെടുക. വഫഅലു ബിഹാ മാ യുഫഅലു ബിൽ ബാസി ഇദാ ഖസദ തഅദീബഹു വനഖലഹു മിന അത്തവസ്സുബി വൽ ഇസ്തിഹാഷി ഇലൽ ഇംതിയാദി വത്തഅദീബ്. പരിശീലിപ്പിച്ചവരെടുത്തത്, കുതിരയെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിച്ചെടുത്തു അവർ. അതിന്റെ എല്ലാ ചാട്ടത്തിൽ നിന്നും അതിന്റെ എല്ലാ പരിപാടിയിൽ നിന്നും എന്ത് ചെയ്തു? അതിനെ പരിശീലിപ്പിച്ചെടുത്തൊരു കുതിര. ഫൈനഹു യഹ്ബിസു അവലൻ ഫി ബൈത്തിൻ മുസ്ലിമിൻ വതഖാത്ത ഐനാഹു ഹത്താ യഹ്സുലു ബിഹിൽ ഫിതാമ അനി തയറാനി ഫി ജബ്ബിൽ ഹബാ. ഈ ചില പക്ഷികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന കണ്ടിട്ടില്ല? ചില പ്രാപ്പിടിയൻ പോലെ ഈ ഇരകളെ പിടിക്കുന്ന പക്ഷികളെ പരിശീലിപ്പിച്ചെടുക്കുക അറബികൾ. അവരെങ്ങനെയാണ് പരിശീലിപ്പിച്ചെടുക്കുക? ആദ്യം അതിനെ ഒരു ഇരുട്ടില് പിടിച്ചു കെട്ടുക, എന്നിട്ട് കണ്ണ് മറച്ചു കളയും, എന്നിട്ട് പിന്നെ പറക്കാൻ പറ്റാത്ത രീതിയിലാക്കും, എന്നിട്ട് വയുൻസി മാഖദ്കാന അലിഫഹു മിൻ തുബഇൽ ഇസ്തിർസാൽ, അത് പിന്നെ സ്വതന്ത്രമായി പറക്കുക എന്നുള്ള പ്രകൃതം തന്നെ അതിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയും. അങ്ങനെ കുറെ ഇതാകുമ്പോ സ്വതന്ത്രമായി പറക്കുക എന്നുള്ള ചിന്ത ഒഴിവാക്കും. പിന്നെ അതിന് മാംസം കൊടുക്കും. സ്വാഹിബിഹി, അപ്പൊ ഈ കൊടുക്കുന്ന ആള് മതി, കൊടുക്കുന്ന ആളോട് വല്ലാതെ അതണങ്ങും. അവര് വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന രീതിയിൽ അത് അവരോട് ഇണങ്ങും. മഹ്മാസമിയ സൗത്തഹു റജായിലേഹി, ചിലപ്പോഴൊക്കെ ശബ്ദം കേട്ടാൽ മടങ്ങി വരുന്ന രീതിയിൽ അത് അവരോട് ഇണങ്ങും. ഫകദാലിക നഫ്സു, ഇതുപോലെയാണ് നഫ്സ്. ലാ തഅലഫു റബ്ബഹ, അത് റബ്ബിനോട് ഇണങ്ങൂല. വലാ തഅനസു ബിദിക്രിഹി, ദിക്റിനോട് ഒരു ഉൻസ്, ഒരു രസം ഉണ്ടാവില്ല. ഇല്ലാ ഇദാ ഫതമത് അൻ ആദതിഹാ, അതിന്റെ ചില പതിവുകൾ വെട്ടിക്കളയണം. ബിൽ ഖൽവതി വൽ ഉസ്ലതി അവ്വലൻ,
ചിലപ്പോഴൊക്കെ ഒറ്റക്കിരിക്കണം, ഒറ്റക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഈ ഉൻസ് ഒഴിവാക്കിയിട്ട് അള്ളാഹുമായുള്ള സുഖം അത് പതിവാക്കാം. കണ്ണിനും കാതിനൊക്കെ മറ്റ് ഇണക്കം അതൊക്കെ കുറെ ഒഴിവായി കിട്ടണം. സുമ്മ പിന്നെ ഖൽവത്തില് ദിക്റ്, സനാ, അള്ളാഹുവിന്റെ മദ്ഹ്, ദിക്റ് ഇതൊക്കെ പതിവാക്കി. പിന്നെ അള്ളാഹുവിന്റെ ദിക്റ് മാത്രം അത് ഇഷ്ടായി മാറി. ദുനിയാവിന്റെ ഷഹവാത്തുകളിലെ രസത്തിന് പകരം ഇത് രസമായി മാറും. തുടക്കത്തിൽ ഇത് കുറച്ച് ഭാരമായിട്ട് തോന്നും. പിന്നെ അതൊരു സുഖമായിട്ട് മാറും. കുട്ടിയെ പോലെ മുലകുടി നിർത്തുമ്പോ ബഹുവ ശദീദുൻ അലൈഹി, അതൊരു പ്രയാസാണ് ആ കുട്ടിക്ക്. ഇതാക്കാനല്ല യസ്ബിറു അൻഹു സഅതൻ, ക്ഷമിക്കാൻ കഴിയാത്ത വിധം. ഫലിദാലിക യസ്തദ്ദു ബുകാഉഹു വജസഉഹു, അപ്പൊ കുട്ടി കരയും ബഹളം വെക്കുകയൊക്കെ ചെയ്യും. ഇന്ദൽ ഫിത്വാമി, മുലകുടി നിർത്തുന്ന തുടക്കത്തിൽ. വയസ്തദ്ദു നുഫൂറുഹു, ആ സമയത്ത് നുഫൂറുഹു അനി ത്വആമി, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഭക്ഷണം കഴിക്കൂല. അല്ലദീ യുഖദ്ദമു ഇലൈഹി ബദലൻ അനിൽ ലബനി, പാലിന് പകരം കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കൂല. അങ്ങനെയൊക്കെ ഉണ്ടാവും തുടക്കത്തിൽ. ലകിന്നഹു ഇദാ മുനി അൽ ലബന റഅസൻ യൗമൻ ഫയൗമൻ, ഒരു ദിവസമായിട്ട് പാല് തീരെ അങ്ങ് മുടങ്ങിയാൽ അലൈഹി, ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റൂല എന്നായാൽ നല്ല വിശപ്പ് വന്നാൽ തനാവല ത്വആമതകല്ലുഫൻ, ഭക്ഷണം ഉപയോഗിക്കും നിർബന്ധിതനായി. തുമ്മ യസ്വീറു ലഹു തുബഅൻ, പിന്നെ ഭക്ഷണം ഒരു പ്രകൃതമായി മാറി. ഫലോ റുദ്ദ ബഅദ ദാലിക ഇല സദീ ലം യർജിഇ, പിന്നെ മുല കൊടുത്താലും പിന്നെ വേണ്ട, അറപ്പാണ്, ഒരു വെറുപ്പാണ്. ഫയഹ്ജുറു സദിയ, അങ്ങനെ അവൻ ഈ ഉമ്മയുടെ മുലയോട് അതിനോട് മടുക്കും. വയുആഫുൽ ലബനു വയഅലഫു ത്വആമ, ഭക്ഷണം തൃപ്തിയാകും, പാല് പിന്നെ വേണ്ട എന്നാണ്. വകദാലിക ദാബത്തു ഫിൽ ഇബ്തിദാഇ, ഇങ്ങനെയാണ് മൃഗങ്ങൾ തുടക്കത്തിൽ. തൻഫുറു അനി സുറുജി വൽ ലിജാമി വറുകൂബി, തുടക്കത്തില് അതിന് ഈ കടിഞ്ഞാണ് കെട്ടുക, അതിന്റെ പുറത്ത് വിരിക്കുക, പുറത്ത് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വെറുപ്പാണത്. പക്ഷേ ഫതഹമ്മല അലാ ദാലിക ഖഹ്റൻ, തുടക്കത്തിൽ നിർബന്ധിതനായി അത് ചെയ്യും. വതംനഉ അനി സുറുജില്ലദി അലിഫതുഹു ബിസലാസിലി വൽ ഖുയൂദി അവലൻ, ആദ്യം കടിഞ്ഞാണ് വേണം, ചങ്ങല വേണം, ഇതൊക്കെ വേണം. സുമ്മത നസുബിഹി, പിന്നെ അതിനതൊരു രസമായി മാറും. ബിഹൈസു തുത്രക്കു ഫീ മൗദിഹ, പിന്നെ അതിനെ ഒരു സ്ഥലത്ത് ഒറ്റക്ക് വെച്ചാൽ ഫതഖിഫു ഫീഹി മിൻ ഗൈരി ഖൈരിൻ, ചങ്ങലല്ലെങ്കിൽ അത് കാത്തു നിൽക്കും, ആ രീതിയിൽ അത് അണങ്ങും. ഫകദാലിക തുഅദ്ദിബുൻ നഫ്സ, ഇതുപോലെ ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കണം. കമാ തുഅദ്ദിബു ത്വയ്റ വദ്ദവാബ, പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിച്ചെടുക്കണം. അതിനെ പരിശീലിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം ബ്ലോക്ക് ചെയ്യണം. മിനന്നദിരി, നോട്ടം ബ്ലോക്ക് ചെയ്യുക. വൽ ഉൻസി, ആസ്വാദനം ബ്ലോക്ക് ചെയ്യുക. വൽ ഫറഹി, ആഹ്ലാദ പ്രകടനങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ബിനഈബി ദുനിയ, ദുനിയാവിന്റെ നേട്ടങ്ങളിൽ. ബൽ ബികുല്ലിമാ യുസൈലുഹാ ബിൽ മൗതി, മരണം കൊണ്ട് നീങ്ങിപ്പോകുന്ന ദുനിയാവിന്റെ ഒരു കാര്യവും അതിലെല്ലാം ആഹ്ലാദം പതുക്കെ പതുക്കെ മാറ്റിവെക്കും. ഇദാ ഖീല ലഹു, പറയപ്പെട്ടാൽ, അജിബ് മാ അഹ്ബിബ് മാ അഹ്ബബ്ത ഫഇന്നക മുഫാരിഖുഹു, നീ ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഇഷ്ടപ്പെട്ടോളൂ, നീ ഇതിനെയെല്ലാം വേർപിരിയും എന്ന് പറയപ്പെട്ടാൽ, ഫഇദാ അലിമ അന്നഹു മൻ അഹബ്ബ ശൈഅൻ, അവന് മനസ്സിലായാൽ, അവനൊരു സംഗതി ഇഷ്ടപ്പെട്ടാൽ, യൽസമുഹു ഫിറാഖുഹു, അത് അവന് ഒഴിവാക്കേണ്ടി വരും. വയസ്കാ ലാ മഹാലത്ത ലി ഫിറാഖിഹി, അത് വിട്ടുപോയാൽ അത് ഭയങ്കര സങ്കടവുമാണ് എന്ന് മനസ്സിലായാൽ, ശഗല ഖൽബുഹു ബിഹുബ്ബി മാ ലാ യുഫാരിഖു,
അപ്പൊ പിന്നെ വിട്ടുപോകാത്തതിനെ സ്നേഹിക്കലാണ് ബുദ്ധി. സ്നേഹിച്ചാൽ അത് വിട്ടുപോകും, വിട്ടുപോയാൽ അത് സങ്കടാകും. എന്നാ പിന്നെ വിട്ടുപോകാത്തതിനെ സ്നേഹിക്കണം. ദിക്റുല്ലാഹി തആല, അതാണ് അള്ളാഹുവിന്റെ ദിക്ർ. ഫഇന്നദാലിക യസ്ഹബുഹു ഫിൽ ഖബ്രി വലാ യുഫാരിഖുഹു, ഖബറിലും അത് കൂടെ ഉണ്ടാവും, അത് കൂടെ ഉണ്ടാവും. റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫി ഖബ്രിഹി, മൂസാ നബി അലൈഹി സ്വലാം ഖബറിലും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടില്ല. കുല്ലു ദാലിക യതിമ്മു ബിസ്സുബ്രി അവ്വലൻ അയ്യാമൻ ഖലാഇല, കുറച്ച് ദിവസങ്ങൾ ക്ഷമിക്കേണ്ടി വരും. ഫൈനൽ ഉംറ ഖലീലുൻ, ആയുസ് വളരെ കുറച്ചാണ്. ബിൽ ഇളാഫത്തി ഇല മുദ്ദത്തി ഹയാത്തിൽ ആഖിറ, പരലോകത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചാണ്. വമാ മിൻ ആഖിലിൻ ഇല്ലാ വഹുവ റാളിൻ, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവൻ ഇല്ലാ വഹുവ റാളിൻ ബിഹ്തിമാലിൽ മശഖത്തി ഫീ സഫരിൻ, ഒരു യാത്രയിൽ അതിന്റെ ആ മശഖത്തൊക്കെ അവൻ അംഗീകരിക്കും. യാത്രയാകുമ്പോ വീട്ടിലിരിക്കുന്നത് പോലെ ബാത്റൂമിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ചിലപ്പോ പറ്റിക്കൊള്ളണമെന്നില്ല. അവന് അതിനാവശ്യമായ സംഗതികൾ പഠിക്കും. ഒരു മാസം അവൻ എന്ത് ചെയ്യും, അതിനാവശ്യമായ പണികളൊക്കെ പഠിച്ചു. ലിയതനഅമ സനത്തൻ, ഒരു വർഷം ജീവിക്കാൻ ഉദാഹരണം, അല്ലെ ജീവിതകാലം തീർത്ത് ജീവിക്കും. അപ്പോ ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി കഴിഞ്ഞാൽ ആസ്വദിക്കണമെങ്കിൽ ജോലിക്ക് പോകണം. സമ്പാദിക്കുന്ന സമയത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിക്കണമെങ്കിൽ സമ്പാദിക്കണം. കുല്ലുൽ ഉംരി ബിൽ ഇളാഫത്തി ഇലൽ അബദി അഖല്ലു മിൻ അശ്ശഹരി ബിൽ ഇളാഫത്തി ഇലാ ഉംരി ദുനിയ, എല്ലാ ആയുസ് മൊത്തത്തിൽ അത് പരലോകത്തേക്ക് ചേർത്തി നോക്കുമ്പോ അത് വളരെ കുറച്ചാണ്. അതുകൊണ്ട് ബേജാറാകണ്ട. മിനശ്ശഹരി ബിൽ ഇളാഫത്ത്, ഒരു മാസം ജോലി ചെയ്തിട്ട് ലീവിന് വരുന്ന ആൾക്കാര് ആ ഒരു മാസത്തെക്കാൾ എത്രയോ ചെറുതാണ് ഇലാ ഉംരി ദുനിയ, ദുനിയാവിലേക്ക് ചേർത്തി നോക്കുമ്പോ വളരെ കുറച്ചാണ്. അപ്പൊ കുറച്ചൊരു മാസോ 40 ദിവസോ അങ്ങനെയൊക്കെ പരിശീലിപ്പിക്കാം. ഫലാബുദ്ദ മിനസ്സുബ്രി വൽ മുജാഹദ, ക്ഷമയോടെ പരിശീലിപ്പിച്ചെടുക്കണം. ഫൈൻദ സ്വബാഹി യഹ്മദുൽ ഖൗമ അൽ ഖൗമ അസ്സുറാ വതദ്ഹബു അൻഹും ഇമായാത്തുൽ ഖുറാ കമാ ഖാലഹു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മണ്ണില് പ്രഭാത സമയത്ത് ഹംദ്, അതുപോലെ പ്രഭാത സമയത്ത് എല്ലാ ഇതും അത് പോകും, അത് നശിച്ചു പോകും. അപ്പോ അത് കുറഞ്ഞ സമയം നിലനിൽക്കുന്നതാണ്. ഈ രാവിലെയായി കുറച്ച് കഴിയുമ്പോ രാത്രി ആയി പോകും. അതാണ് ദുനിയാവ്. അതുകൊണ്ട് ആ ദുനിയാവിന് വേണ്ടി ആഖിറത്തെ കളയേണ്ടതില്ല. ത്വരീഖുൽ മുജാഹദത്തി വറിയാദത്തി ലികുല്ലി ഇൻസാനിൻ തഖ്തലിഫു ബിഹസ്ബി ഇഖ്തിലാഫി അഹ്വാലിഹി, മനുഷ്യന്റെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് മുജാഹദയുടെയും റിയാദയുടെയും പരിശീലനത്തിന്റെയും ഒക്കെ വഴി മാറും, വ്യത്യാസപ്പെടും. വല്ലസ്ലു ഫീഹി, അതിന്റെ അടിസ്ഥാനം അയ്യത്റുക കുല്ലു വാഹിദിൻ മാ ബിഹി ഫറഹുഹു മിൻ അസ്ബാബിദ് ദുനിയ, ദുനിയാവുമായി ബന്ധപ്പെട്ട ആഹ്ലാദങ്ങളുടെ വഴികൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. വല്ലദി യഫ്റഹു ബിൽ മാലി ഔ ബിൽ ജാഹി, സമ്പത്ത് കിട്ടിയ ഭയങ്കര സന്തോഷമുള്ള, അല്ലെങ്കിൽ സ്ഥാനമാനം കിട്ടിയ ഭയങ്കര സന്തോഷമുള്ള മനുഷ്യൻ, ഔ ബിൽ ഖബൂലി ഫിൽ വഅദി, അല്ലെങ്കിൽ വഅദിന് ഭയങ്കര സ്വീകാര്യത കിട്ടിയ സന്തോഷമുള്ള ഒരു മനുഷ്യൻ, ഔ ബിൽ ഇസ്സി ഫിൽ ഖദാഇ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നടത്തിയാൽ ഭയങ്കര ഖാദിയായാൽ ഭയങ്കര പ്രതാപം കിട്ടുന്ന ഒരു മനുഷ്യൻ, ബിൽ വിലായത്തി, അല്ലെങ്കിൽ അധികാരം കിട്ടിയാൽ, ഔ ബി കസ്റത്തിൽ അത്ബാഇ, അല്ലെങ്കിൽ അണികൾ കൂടുതൽ കിട്ടിയാൽ ആഹ്ലാദമുള്ള ഒരു മനുഷ്യൻ, ഫിത്തദ്രീസി ദർസിലോ വൽ ഇഫാദത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അണികളെ കുറെ കിട്ടിയാൽ സന്തോഷമുള്ള ഒരു മനുഷ്യൻ, ഫയംബഗി അൻ യത്റുക അവ്വല മാ ബിഹി ഫറഹുഹു, ആദ്യം എന്ത് ചെയ്യണം, അതൊന്ന് മാറ്റിവെക്കണം. ആ സന്തോഷം, ആഹ്ലാദം മാറ്റിവെക്കണം. സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹ്ലാദ പ്രകടനങ്ങൾ, ആഹ്ലാദം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അഥവാ ആഖിറല്ല ലക്ഷ്യം, ഈ സംഗതിയാണ് ലക്ഷ്യം, ആള് കൂടുന്നതാണ് ലക്ഷ്യം, അങ്ങനത്തതോ മാറ്റിവെക്കും. ഫൈനഹു ഇൻ മനഅ അൻ ഷൈഇൻ ഇൻ മുനിഅ അൻ ഷൈഇൻ മിൻ ദാലിക, അദ്ദേഹത്തിന് ഇത്തരം ഒരു സംഗതികൾ മുടങ്ങിയാൽ, വഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടാൽ, സവാബുക ഫിൽ ആഖിറതി ലം യൻഖുസ് ബിൽ മൻഇ,
ഇത് മുടങ്ങിയതുകൊണ്ട് ആഖിറത്തിൽ നിങ്ങൾക്ക് സവാബൊന്നും ചുരുങ്ങൂല. അപ്പൊ കരിഹദാലിക്കവലമുബി, അത് അദ്ദേഹത്തിന് പ്രയാസാണ്. അയാളോട് പറയാണ് ഇനി ദർസ് ഇല്ല, നിങ്ങൾക്ക് കൂലി ആഖിറത്ത് കിട്ടും പോരെ എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറ്റുന്നില്ല. എന്നാൽ അയാൾ ശരിയായ ആഖിറത്തിന്റെ ആളല്ല. മിമ്മൻ ഫരിഹ ബിൽ ഹയാത്തി ദുനിയ വതുമഅന്ന ബിഹാ, അയാള് ദുനിയാവ് കൊണ്ട് സന്തോഷിച്ച ആളാണ്. ദർസാണ്, ഭയങ്കര ദൈനീദാവത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ സന്തോഷിക്കുന്നത് ദുനിയാവ് കൊണ്ടാണ്. വദാലിക മുഹ്ലിക്കും ഫി ഹഖ്ഖിഹി, അയാൾക്കത് ഭയങ്കര നാശാണ്. ആഖിറത്തിലെത്തിയ സവാബൊന്നും ഉണ്ടാവില്ല. തുമ്മൈദാ തറക്ക അസ്ബാബൽ ഫറഹി, ഈ ആഹ്ലാദങ്ങളുടെ വഴികൾ അദ്ദേഹം ഉപേക്ഷിച്ചാൽ ഫല്യഅ്തസിലിൻ നാസ, എന്നിട്ട് ജനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു കഴിഞ്ഞു നോക്കുക. വല്യംഫരിദ് ബിനഫ്സിഹി, ഒറ്റക്ക് കഴിയുക. വല്യുറാഖിബ് ഖൽബഹു, മനസ്സിനെ നന്നായിട്ട് നിരീക്ഷിക്കുക. ഹത്താ ലാ യസ്തഗ്ല ഇല്ലാ ബിദിക്രില്ലാഹി തആല വൽ ഫിക്രി ഫീഹി, എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ദിക്ർ മാത്രം കൊണ്ട്. വല്യതറസ്വത് ലിമാ യബ്ദു ഫീ നഫ്സിഹി, എന്നിട്ട് അയാളെ മനസ്സിൽ വരുന്നതൊന്നും നിരീക്ഷിച്ചു നോക്കുക. മനസ്സിൽ എന്താ വരുന്നത്? മിൻ ഷഹ്വത്തിൻ, ഷഹ്വത്തുണ്ടോ? വവസ്വാസിൻ, വസ്വാസുണ്ടോ? ഹത്താ യത്മഅ മാദ്ദതഹു മഹ്മാ വഹറ, അതുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. ഫഇന്ന ലികുല്ലി വസ്വസത്തിൻ സബബൻ, അങ്ങനത്തെ തോന്നലിനെല്ലാം ഒരു സബബ് ഉണ്ടാകും. വലാ തസൂലു ഇല്ലാ ബിഖത്ഇ ദാലിക സബബി വൽ ഇലാഖത്തി, ആ കണക്ഷൻ എല്ലാം വലിച്ചെറിയുക. വലിയുലാസിം ദാലിക, എന്നിട്ട് അത് വെച്ചു പുലർത്തുക. ബഖിയ്യത്തൽ ഉമർ, ജീവിതത്തിന്റെ ബാക്കി കാലം. ഫലൈസ ലിൽ ജിഹാദി ആഖറു ഇല്ലാ ബിൽ മൗത്ത്, ശരിക്കും ഈ പോരാട്ടത്തിന് മരണമാണ് അവസാനം. മരിക്കുന്നവരെ ചെയ്യേണ്ട പരിശീലനമാണ് ഈ പരിശീലനങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു വിശദീകരണവും വല്ലാത്തൊരു ഭാഗവുമാണ്. അതായത് ദർസാണ് നടത്തുന്നത്, അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഖൈറാത്തുകളാണ് നടത്തുന്നതെങ്കിൽ പോലും ആ ഭാഗത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം പറഞ്ഞ ഒരു ഇതാണ്. ചില ഇതിലൊക്കെ കണ്ടു. ഇതിപ്പോ ഈ അടുത്തൊരു ദിവസം ഒരാൾ പറഞ്ഞു, ദർസ് നടത്തുമ്പോൾ എനിക്ക് വലിയ കിതാബ് വേണം. എന്തിനാ? ആൾക്കാർ ഏത് കിതാബ് ഓതി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയത് പറഞ്ഞ ഒരു അന്തസ്സാണ്. അപ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ വലിയ സ്ഥലത്ത് ദർസ് നടത്തുക, കുറെ കാലം ദർസ് നടത്തുക. ഒരേ സ്ഥലത്ത് കുറെ കാലം ദർസ് നടത്തൽ അത് ഒരു പവറായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ പറയാം ഞാനിവിടെ 15 കൊല്ല എന്നുള്ള മോശമാണെന്നല്ല. അതേസമയത്ത് അതിനു വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ സലിമാമ് പറയുന്ന ശൈലി അത് നീ ഉപേക്ഷിക്കരുത്. ആ ഒരു ചിന്ത നിനക്ക് ഉണ്ടാകരുത്. അഥവാ അത്തരം ഖൈറാത്തുകൾ ചെയ്യുമ്പോഴും മനസ്സിനോട് ചോദിച്ചു നോക്കണം, എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് ആഖിറത്തിന്റെ വിഷയത്തിലാണ് എന്ന് അത്രേ ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റണം. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുക, അതാണ് ഒരു ശരിക്കും ചെയ്യേണ്ടത്. മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചിന്ത മനസ്സിലേക്ക് ശരിയാക്കിയെടുക്കൽ അതൊരു അനിവാര്യമായ ഒരു വിഷയമാണ്. അതുണ്ടായാലാണ് ആഖിറം കിട്ടുന്നത്. അല്ലെങ്കിൽ ആഖിറം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറം ലക്ഷ്യം വെച്ച്, പരലോകം ലക്ഷ്യം വെച്ച് ജീവിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖിയാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെ ഈ ചിന്തയും ഈ വഴിയും നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറത്തിൽ മഹാന്മാരെയൊക്കെ കൂടെ ഒരുമിച്ച് കൂടാൻ, ആഖിറത്തിൽ വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ. നമ്മുടെ ഹാപ്പി സോണിന്റെ സംരംഭങ്ങളിൽ ഒന്നാണ് ഇൽമിന്റെ പ്രചരണം. നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് സാദി ഹോസ്പിറ്റലിലാണ്. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അള്ളാഹു പരിപൂർണമായ ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമ്മളെ ഖൈറായ വഴികളിൽ നമ്മളെ സമീപിക്കുകയും നമ്മളോടൊന്നിച്ച് ചേരുകയും ചെയ്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാ ഖൈറുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാൻ.
നല്ലതിന് തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാ ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാൻ. ചെയ്യുന്നത് നല്ലത് മാത്രം ചെയ്യാൻ, അവസാനം നല്ലതിന്റെ വക്താവായി സ്വീകരിക്കപ്പെട്ട് നീ പൊരുത്തപ്പെട്ട ഒരാളായി നിന്നിലേക്ക് യാത്രയാകാൻ ഭാഗ്യമേകണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതാവശ്യങ്ങൾ, വീട്, വിവാഹം, പഠനം, ജോലി എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒന്നിലും വിഷമിപ്പിക്കരുതേ പടച്ചോനെ. എല്ലാറ്റിലും സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഒരിക്കലും കഴിയൊയ്യരുതേ അല്ലാഹ്. വിഷമത്തിലും ദുരിതങ്ങളിലും ആക്കരുതേ റഹ്മാൻ. സഹായിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ദീനീ ഖിദ്മത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹാഫിസോണിന്റെ ഈ സംരംഭം. ഇതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ നീ വിജയിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه اجمعين. الحمد لله رب العالمين.